പത്തനാപുരത്ത് നിന്നും പിടികൂടിയ പുലിയെ അച്ചൻകോവിൽ ജനവാസ മേഖലയിൽ തുറന്നുവിട്ടെന്ന പരാതിയുമായി പ്രദേശവാസികൾ. മൂഴിയാർ വനമേഖലയിൽ തുറന്നുവിടാനായിരുന്നു പദ്ധതിയെങ്കിലും മണ്ണിടിച്ചിൽ കാരണം അച്ചൻകോവിലിൽ തുറന്നുവിട്ടെന്ന ആക്ഷേപമാണ് ഉയരുന്നത്. വനപ്രദേശങ്ങളിൽ നിന്ന് പിടികൂടുന്ന കാട്ടുമൃഗങ്ങളെ സാധാരണയായി മൂഴിയാറിൽ നിന്നും 50 കിലോമീറ്ററിലധികം ദൂരെയുള്ള ഉൾവനങ്ങളിലോ കടുവാ സങ്കേതങ്ങളിലോ ആണ് തുറന്നുവിടേണ്ടത്. എന്നാൽ ഇതിന് വിപരീതമായി ആയിരക്കണക്കിന് തീർത്ഥാടകരും സാധാരണക്കാരും എത്തുന്ന അച്ചൻകോവിലിന്റെ പ്രാധാന്യം പോലും പരിഗണിക്കാതെ ജനവാസ മേഖലയിൽ തന്നെ പുലിയെ തുറന്നുവിട്ടെന്നാണ് നാട്ടുകാരുടെ പരാതി. വനംവകുപ്പിന്റെ നടപടിയിൽ വ്യാപക പ്രതിഷേധമാണ് ഉയരുന്നത്. യാതൊരു മുന്നറിയിപ്പില്ലാതെ ഇരുട്ടിന്റെ മറവിൽ കാനയാർ കൊണ്ടുവിട്ടെന്ന് പറയുന്നത്. പക്ഷേ അതെല്ലാം മെത്തിനാണ് കൊണ്ടുവിട്ടേക്കുന്നത്. അതിന് അവിടെ നിന്ന് ഇറങ്ങി വരുന്നതിന് കൂടിപ്പോയി കഴിഞ്ഞാൽ ഒരു 10 മിനിറ്റ് നേരത്തെ സഞ്ചാര ദൂരേ ഉള്ളൂ. ഈ പുലി വീണ്ടും ഇവിടുത്തെ സാധാരണപ്പെട്ട ജനങ്ങളുടെ സ്വൈരജീവിതത്തിന് തടസ്സം ഉണ്ടാക്കും. ആദിവാസി ഉൾപ്പെടെയുള്ളവർക്ക് കാട്ടിൽ പോകാൻ പറ്റാത്തവരും ഇത് മനുഷ്യനെ കണ്ട് പേടി തീരുന്ന ഒരു പുലിയാണ്. ആ പുലി മനുഷ്യനെ കണ്ടാലും ആക്രമിക്കും. ഇത് കാണിക്കുന്ന ഇവിടെ ഈ അച്ചൻകോവിൽ പ്രദേശത്ത് താമസിക്കുന്നവരുടെ കാണിച്ച അനീതിയാണ്, അക്രമമാണ്. അച്ചൻകോവിൽ റേഞ്ചിലും കല്ലാർ റേഞ്ചിലും പുലിയെ തുറന്നുവിട്ടിട്ടില്ലെന്നും കാനയാർ റേഞ്ചിലാണ് പുലിയെ തുറന്നുവിട്ടതെന്നുമാണ് വനം വകുപ്പിന്റെ വിശദീകരണം. അതേസമയം വനം വകുപ്പിന്റെ വിശദീകരണം ചെവിക്കൊള്ളാൻ പ്രദേശവാസികൾ തയ്യാറായിട്ടില്ല. വന്യമൃഗശല്യം രൂക്ഷമായ എല്ലാ പ്രദേശങ്ങളിലും സന്നദ്ധരായ തദ്ദേശീയരെയും ജനപ്രതിനിധികളെയും ഗോത്രവിഭാഗങ്ങളെയും ഉൾപ്പെടുത്തിക്കൊണ്ട് പ്രൈമറി റെസ്പോൺസ് ടീമുകൾ അടിയന്തരമായി രൂപീകരിക്കണമെന്നും ആവശ്യമുയരുന്നു. ന്യൂസ് മലയാളം, കൊല്ലം.